കൈകൾ കൂപ്പിയും തല വണക്കിയും കൊണ്ട് അവൻ ഗുരുവന്ദനം പറഞ്ഞു. അവന്റെ ചെറിയ ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. കുട്ടികളെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു ഗുരുശ്രേഷ്ഠൻ. അവൻ പറഞ്ഞു, അങ്ങ് എൻ്റെ വളർത്തച്ഛനെ പോലെയാണ്. വന്ദ്യനായ ആ ഗുരു ചോദിച്ചു, വളർത്തച്ഛനോ എന്ന് വെച്ചാൽ? സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ നൽകി അങ്ങ് ഞങ്ങളെ വളർത്തുകയായിരുന്നില്ലേ? ഒരിക്കൽ ഒരു കുരുവി ജനാലയ്ക്കൽ വന്നപ്പോൾ ഒരു മഗ്ഗിൽ വെള്ളം നിറച്ച് അവയ്ക്ക് കൊടുത്തത് ഞാൻ ഓർക്കുന്നു. ഇന്ന് ചൂട് കൂടുതലാണ്, അവ ദാഹിച്ചു വന്നതായിരിക്കുമെന്ന് അങ്ങല്ലേ ഞങ്ങളോട് പറഞ്ഞത്. കുറെ നേരം കഴിഞ്ഞ് ആ കുരുവി വന്ന് വെള്ളം കുടിക്കുന്നതും ഞങ്ങൾ കണ്ടു. ജീവിത പാഠങ്ങൾ കാട്ടിത്തരുന്ന ഗുരുക്കന്മാർ ഞങ്ങൾക്ക് രക്ഷകർത്താക്കന്മാരെ പോലെയാണ്. ആ ഗുരുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു ആ ശിഷ്യൻ്റെയും. അവൻ ഗുരുചരണത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങിപ്പോയി. ബഹുമാനിക്കാം രണ്ടക്ഷരം ഓതിത്തന്ന പൂജിതരാം ഗുരുക്കന്മാരെ. ഗുരുപൂജിതരെ അപമാനിക്കുന്നവനും ക്ലാസ്സിലിട്ട് വെട്ടുന്നവനും കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനും ഈ ഭൂമിയിൽ മാപ്പില്ല. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാൻ നമ്മുടെ ചിന്തകൾക്കും നാവുകൾക്കും ഈ നോമ്പ് ബലം നൽകട്ടെ.